വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് ചിരിക്കാമോ? ആദ്യം തന്നെ എല്ലാവരും ഈ സമയത്ത് സ്ക്രീനിന്റെ മുമ്പിൽ വന്ന് ഒന്ന് പുഞ്ചരിക്കാമോ? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇന്ന് രാവിലെ മുതൽ ജോയ് ആരംഭിക്കട്ടെ. ആമേൻ. ചില ദിവസങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ആ മുഴുവൻ ദിവസത്തിനും ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് സ്ക്രീനിന്റെ മുമ്പിൽ വന്ന് കർത്താവിൽ ആനന്ദിക്കുമ്പോൾ, ഇന്നത്തെ വചന സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിന്റെ ആനന്ദം നിങ്ങളുടെ ഉള്ളിൽ നിറയാൻ പോവുകയാണ്. ആമേൻ. അത് നിങ്ങളുടെ ഈ ഫുൾ ഡേക്ക് വലിയൊരു ബ്ലെസ്സിങ്ങും വലിയൊരു ബൂസ്റ്റർ ഡോസും ഒരു എനർജിയും എല്ലാം നിങ്ങൾക്ക് ഫുൾ ഡേ തരാൻ പോവുകയാണ്. ആമേൻ. സോ വിശ്വാസത്തോടു കൂടി നമ്മൾ മുൻപിലേക്ക് പോകാൻ പോവുകയാണ്. ആദ്യമേ നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണ് ഉള്ളത്. വി ഹാവ് അനൂപ് ജേക്കബ് ഫ്രം തിരുവനന്തപുരം. താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. 2 ആൺമക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഷുവും ഇവാനും 2 മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2 പേരുടെയും സംസാര ശേഷി കർത്താവെ, അതിൽ ദൈവത്തിന്റെ വലിയ ഹീലിംഗ്, വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ലെറ്റ് ദം സ്പീക്ക് ക്ലിയർലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഞങ്ങൾ ഒരുമിച്ച് 2 ബ്രദേഴ്സിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഭാര്യ ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന BEd എക്സാം നല്ല മാർക്കോട് ലഭിച്ച് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന്റെ വലിയ ബ്രേക്ക് ത്രൂസ് കർത്താവെ സിസ്റ്ററിന്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകാനുള്ള സകല തടസ്സങ്ങളും മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകട്ടെ, സകല കടങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദർ ആൻഡ് ഫാമിലി. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താൽ മതി. അനേകർക്ക് ഒരു അനുഗ്രഹമാകുവാൻ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ സൂചിപ്പിച്ചു, നമ്മുടെ യൂത്ത് കോൺഫറൻസ് ഒക്ടോബർ 11 to 13 നടക്കുന്നു. 8ാം ക്ലാസ്സിന്റെ മുകളിലുള്ള എല്ലാ വ്യക്തികളും, ടീൻസ് ആൻഡ് യൂത്ത്സ്, നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പാസ്റ്റർ റീനുകുമാർ, പാസ്റ്റർ ജോഷ് ആൻഡ്രൂസ്, പാസ്റ്റർ സ്റ്റാൻലി തോമസ് തുടങ്ങിയുള്ള ഫുൾ ടീം നിങ്ങളെ ശുശ്രൂഷിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മക്കൾക്ക് ഈ പ്രായമാണെങ്കിൽ നിങ്ങൾ ദയവായി അവരെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ യൂത്ത് കോൺഫറൻസിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ വിമൻസ് കോൺഫറൻസ് നവംബർ 8, 9 തീയതികളിൽ നടക്കുന്നു. അതിലേക്കും ദയവായി കടന്നു വരിക, രജിസ്റ്റർ ചെയ്യുക. എല്ലാ സിസ്റ്റേഴ്സിനെയും ലേഡീസിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ലേഡീസിന്റെ ലൈഫിൽ, സിസ്റ്റേഴ്സിന്റെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് ഓൾറെഡി പല കാര്യങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾ റെഡി ആയിക്കൊണ്ട്, അതിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിങ്ങൾ ദയവായി രജിസ്റ്റർ ചെയ്യുക, കടന്നു വരിക. അതിശക്തമായി ഈ സീസണിൽ കർത്താവ് ഉപയോഗിക്കുന്ന ചില വിമൻ ഓഫ് ഗോഡ് അവരായിരിക്കും ഒരുമിച്ച് വന്ന് ശുശ്രൂഷിക്കുന്നത്. സോ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഡാമിൻ ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വേർഡിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. വെൽക്കം ബാക്ക്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് എവിടേക്കോ പഴയ അംബാസഡർ കാറുണ്ടല്ലോ, അതിൽ ഒരു ടാക്സിയിലാണ്. ഒരു ടാക്സിക്കാരനെ വിളിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. നല്ല മഴ. സംഭവിച്ചത്, ഈ ടാക്സി കാറിൻ്റെ ഫ്രണ്ടിൽ വൈപ്പേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. പ്രായമുള്ളൊരു മനുഷ്യനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ കാറിനകത്തിരിക്കും. ഭയങ്കര മഴ. ഈ മഴ കൊണ്ട് ഫ്രണ്ടിലൂടെ നോക്കുമ്പോൾ, ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധ്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ എന്നിട്ട് ഓടിക്കുകയാണ്, ഇങ്ങനെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണ്. ഈ വൈപ്പർ വർക്ക് ചെയ്യാത്ത നിമിത്തം ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോലും പോകാൻ സാധ്യമല്ല. പക്ഷെ ഞങ്ങൾ അതിനകത്തിരുന്ന് പേടിക്കുക. കാരണം മുമ്പിൽ എന്താണെന്ന് കണ്ടുകൂടാ. ഈ കാണാൻ കഴിയാതെ ഈ മനുഷ്യൻ പക്ഷെ വണ്ടി നിർത്തുന്നില്ല, ഓടിക്കും. അകത്തിരുന്ന് പ്രാർത്ഥിക്കുക. പല പ്രാവശ്യമൊക്കെ പറഞ്ഞു നിർത്തിൻ്റെ ഒരു തരത്തിൽ. പിന്നെ കുറച്ച് മഴ ശമിച്ചു, ഞങ്ങൾ എത്തേണ്ടടുത്തെത്തി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നു. എല്ലാ വണ്ടികളുടെയും വിൻഷീൽഡ് അത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാർ കമ്പനികൾ കുറച്ചുകൂടി സേഫാണ്. ഈ ഗ്ലാസിന് പകരം GI ഷീറ്റ്, ഇരുമ്പ് തകിടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഗ്ലാസ് ഇടുന്നത്? കാണാൻ വേണ്ടി. അതൊരു
നോ ബ്രെയിനർ, കാണാൻ വേണ്ടി. കാരണം കണ്ടാൽ മാത്രമേ, വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ക്ഷമ സിസ്റ്റർ ഇപ്പുറത്തിരിക്കുവാണെങ്കിൽ കുറച്ച് മഴ, ഇങ്ങനെ ചാറ്റൽ മഴ വന്ന് വിൻഷീൽഡിൽ ഇങ്ങനെ വീഴുമ്പോൾ തന്നെ വൈബ്രേറ്റ് എന്ന് പറയും. കാരണം മുമ്പിലോട്ട് ഈ ഓടിക്കുന്ന ആൾക്ക് ഇത് കണ്ടില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ പറയുന്നത്. വൈബ്രേറ്റ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഓരോ വാഹനത്തിൻ്റെയും ഫ്രണ്ടിലെ ഗ്ലാസ്, അതിൻ്റെ വൈപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്ലാസ് മുഴുവൻ പൊടി പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കുവാണ്, വൈപ്പർ ശരിയായി വർക്ക് ചെയ്യുന്നത്, ശരിയായി കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ അപകടം വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് ക്ലാരിറ്റി വേണം, ക്ലിയർ ആയിരിക്കണം എല്ലാം. ഡ്രൈവേഴ്സ് കണ്ടു കാണും, ലോറി ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സൊക്കെ രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ കയറി ബക്കറ്റിലൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ച്, ചിലർ കോൾഗേറ്റ് പേസ്റ്റൊക്കെ എടുത്ത് ഉരച്ച് നന്നായി കഴുകി, അതിൻ്റെ ന്യൂസ് പേപ്പർ, ചില ട്രിക്കൊക്കെ ഉണ്ട് ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റന്റ്മാർ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കയറിയിരുന്നാൽ കാണാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദർശനത്തിൻ്റെ പ്രത്യേകത, ദർശനത്തിൻ്റെ ആവശ്യകത. നന്നായി മുന്നോട്ട് കാണാമെങ്കിൽ നന്നായി മുന്നിലേക്ക് യാത്ര ചെയ്യാനും സാധിക്കും. ഏലി പുരോഹിതൻ്റെ കാലത്ത് ദർശനമില്ലായിരുന്നു, വചനമില്ലായിരുന്നു. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. കുറേ നാളുകളിലേക്ക്, വർഷങ്ങളിലേക്ക് ദർശനമില്ല, ആർക്കും ദർശനമില്ല. അതിൻ്റെ അർത്ഥം എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ വണ്ടിയുടെ ഗ്ലാസ് മുഴുവൻ ചെളി പിടിച്ച് അല്ലെങ്കിൽ മഴ കൊണ്ട് ഒന്നും കാണാത്ത സ്ഥിതിയിലാണെങ്കിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഫോഗോ സ്മോഗൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു യെല്ലോ ലൈറ്റ് കൂടെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിക്കും. കാരണം വൈറ്റ് ലൈറ്റിനേക്കാൾ യെല്ലോ ലൈറ്റ് മുന്നിലേക്ക് പോകും. അങ്ങനെയുള്ള ഇപ്പോൾ മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളിലും മൂടൽമഞ്ഞും കോടയും ഒക്കെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലും അങ്ങനെയുള്ളത് കണ്ടെങ്കിൽ മാത്രമേ മുന്നിലേക്ക് പോകാൻ സാധിക്കൂ. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഡ്രൈവിംഗ് പഠിപ്പിക്കാനോ വണ്ടിയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയാനൊന്നുമല്ല. നമ്മുടെ ലൈഫിലും സ്പിരിച്വൽ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നും പോകേണ്ടതെന്നുമുള്ള ഡയറക്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, യുവർ വിഷൻ ഡിറ്റർമിൻസ് യുവർ ഡെസ്റ്റിനേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യുവർ വിഷൻ ഡിറ്റർമിൻസ് യുവർ ഡെസ്റ്റിനേഷൻ. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുടെ ദർശനമാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെ നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ ദർശനമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. ദർശനം നഷ്ടപ്പെട്ട സഭാപിതാക്കന്മാർ, ദർശനം നഷ്ടപ്പെട്ട ആത്മീയ നേതാക്കന്മാർ, ദർശനം നഷ്ടപ്പെട്ട വിശ്വാസികൾ, ശുശ്രൂഷക്കാർ ആരായിരുന്നാലും മുന്നോട്ടുള്ള ജീവിതം അത്രത്തോളം കാഠിന്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ എങ്ങും എത്താത്തതായിരിക്കും. ജീവിതത്തിൽ എങ്ങും എത്തുകയില്ല. എല്ലാവർക്കും അറിയാമല്ലോ ഒരു ദിവസം മരിക്കണമെന്നുള്ളത്, അറിയാലോ. നമ്മളെല്ലാവരും ഒരു ദിവസം കൊടുത്ത് പോകണം. ഈ ലൈഫിന് ഒരു പര്യവസാനമുണ്ട്. ഒന്നുകിൽ കർത്താവ് വരും, നമ്മളെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡെത്ത് ആയിരിക്കാം. ഏത് രീതിയിലായാലും ഒരു ടെർമിനേഷനുണ്ട്. അതിനു മുൻപ് ദൈവത്തിൽ നിന്നും ഒരു വിഷൻ സ്വീകരിച്ച് ആ വിഷൻ അനുസരിച്ച് ഡയറക്ഷനോടുകൂടി ഡെസ്റ്റിനേഷനിലെത്തിയാൽ, വിഷൻ, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ, ഈ മൂന്നെണ്ണം 1 2 3 4 1 2 3 ടൈപ്പ് ചെയ്തിടുക, എഴുതി വെക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. വിഷൻ, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ദർശനം കിട്ടുന്നു, മാർഗനിർദ്ദേശം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നുള്ള മാർഗം നമുക്ക് മനസ്സിലാക്കുന്നു, വഴികാട്ടുന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. വിഷൻ, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ, ഇത് മൂന്നും മറക്കരുത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 9:25 വായിച്ച് നോക്കണം. അവിടെ ഒരു കുരുടനായിരുന്നൊരു മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കി. യോഹന്നാൻ 8:12 യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകും.
8-ാം അധ്യായത്തിൽ അത് പ്രഖ്യാപിച്ച ശേഷം 9-ാം അധ്യായത്തിൽ കുരുട്ടുകണ്ണനായ ഒരു മനുഷ്യന് കർത്താവ് വിളിച്ചു കൊടുത്തു, അഥവാ കാഴ്ച കൊടുത്തു. അപ്പൊ ഈ ഐ എം സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്ന് യേശു പറഞ്ഞ ശേഷം അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയാൻ മാത്രമല്ല അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? സോ ഓരോന്നിനും പ്രാക്ടിക്കൽ സൈഡിൽ കർത്താവ് പലതും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഇവിടെ യോഹന്നാൻ 9:25 ഹി റിപ്ലൈഡ് ദ ബ്ലൈൻഡ് മാൻ, ദ എക്സ് ബ്ലൈൻഡ് മാൻ റിപ്ലൈഡ്. നേരത്തെ കുരുടനായിരുന്നു, ഇപ്പോൾ കുരുടനല്ല, കാഴ്ച കിട്ടി. അദ്ദേഹം പറയാം, whether he is a sinner or not, I don't know. One thing I do know, I was blind, but now I see. Wow, ഭയങ്കര ഒരു വചനമാണ്. അതായത് ഈ മനുഷ്യനെ കർത്താവ്, കുരുട്ട് കണ്ണുള്ള മനുഷ്യന്, കുരുടനെ യേശു കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പ്രശ്നമായി. സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ മത നേതാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ ഇടവക ജനങ്ങളെ, അല്ലെങ്കിൽ അവരുടെ സഭാജനങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസിനെ, അവരുടെ മെമ്പേഴ്സ് മൊത്തം ഈ വന്നിരിക്കുന്ന ഒരു പുതിയ റബ്ബായ്, ഒരു പുതിയ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പണ്ടെങ്ങാണ്ട് ഒരു തച്ചൻ്റെ മോനായിട്ട് നസറയത്തിലെങ്ങാണ്ടും ജീവിച്ചൊരു മനുഷ്യൻ, ഇപ്പോൾ ഒരു വലിയ ഉള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ഇവിടെ എങ്ങും പഠിച്ചിട്ടില്ല, നമ്മുടെ സ്കൂളുകളിലോ ഇവിടുത്തെ ഗമാലിയല്ല ഇതിലോ അത് ഒന്നും ഈ മനുഷ്യൻ പഠിച്ചിട്ടില്ല. ഈ പഠിപ്പൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ ഇപ്പോൾ പെട്ടെന്ന് റബ്ബിയായിട്ട് ഒത്തിരി പേരെ ആകർഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിലൂടെ നടക്കുന്ന ചില രോഗസൗഖ്യങ്ങളും അതുപോലെ ചില മിറക്കിൾസൊക്കെയാണ്. ഇവനെ തടുത്തേ പറ്റൂ. മാത്രമല്ല ശബത്തിലൊക്കെയാണ് അവൻ സൗഖ്യമാക്കുന്നത്. ശബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ മോശയുടെ പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് ഈ പ്രവാചകനെന്ന് തന്നെത്താൻ നടിച്ച് ഒത്തിരി പേരെ വഞ്ചിക്കുന്ന ഈ മനുഷ്യനെ നമ്മൾ വകവരുത്തണം. അവിടെ ഗൂഢാലോചന നടക്കുകയാണ്. പക്ഷേ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, അപ്പനമ്മമാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു. ഇവൻ്റെ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കും, 10-40 വയസ്സുണ്ട്, അവനോട് നേരെ ചോദിക്കാൻ പറഞ്ഞു. നേരെ ചോദിച്ചു. നേരത്തെ കുരുട്ട് കണ്ണായിരുന്ന ആളോട് ഇവർ വന്ന് നേരെ ചോദിച്ചു, ആരാ നിന്നെ സൗഖ്യമാക്കിയ, എങ്ങനെയാ നിനക്ക് കാഴ്ച കിട്ടിയ, എന്നാ സൗഖ്യമാക്കിയ? ശബത്തിലാണ്. കുറേ അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ സമയത്ത് ആ മനുഷ്യൻ പറയുക, whether he is a sinner or not, I don't know. അതായത് ഈ നിന്നെ സൗഖ്യമാക്കിയ ആൾ ആരാണ്? അപ്പം ഇവനും അറിഞ്ഞുകൂടാ, യേശുവാണെന്നോ അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് അയാളൊരു പാപിയായിരിക്കും, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ഡിബേറ്റ് നടക്കുമോ. പക്ഷെ ഇവൻ പറയുന്നത് പാപിയാണോ ഇല്ലയോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വൺ തിങ് ഐ ഡു നോ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച കിട്ടി. ഇത്രയും കാര്യം എനിക്കറിയാം. ഇതൊരു വലിയ സംഭവമാണ്. The only one understanding I have is this: once I was blind, but now I can see. ഒരിക്കൽ കുരുടനായിരുന്ന എനിക്ക് ഇപ്പോൾ കാണാം. കുരുടനായിരുന്ന എനിക്കിപ്പോൾ വിഷനുണ്ട്. In other words, all other things are unimportant and irrelevant to me. വേറെ പലതും നടന്ന അതിനെക്കുറിച്ച് നീ അറിഞ്ഞുകൂടാ. അതൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ കുരുടനാ, ഞാൻ അന്ധനായിരുന്നു, എനിക്കിപ്പോൾ കാണാം. So imagine the change, the Jesus given vision that has made in his life. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശു നൽകിയ ദർശന നിമിത്തമുണ്ടായ മാറ്റം ഭയങ്കരമല്ലേ.
യേശു നൽകിയ ദർശന നിമിത്തം, കാഴ്ച നിമിത്തം തൻ്റെ ലൈഫിലുണ്ടായ മാറ്റം. ഓ, ഐ വാസ് ബ്ലൈൻഡ്, വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ ക്യാൻ സീ. നിറങ്ങൾ കണ്ടിട്ടില്ലാത്ത, തന്നെ ജനിപ്പിച്ച മാതാപിതാക്കളുടെ ഫേസ് കണ്ടിട്ടില്ലാത്ത, താൻ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ കളർ എന്താണ്, ഷേപ്പ് എന്താണ്, തൻ്റെ സ്വന്തം മുഖം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത, ഈ ഭൂമിയിൽ മരങ്ങൾ എങ്ങനെയാ, പർവ്വതങ്ങൾ എങ്ങനെയാ, സമുദ്രത്തിൻ്റെ നിറം എന്താണ്, ആകാശത്തിൻ്റെ നിറം എന്താണ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന, ഇതൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാതിരുന്ന ഈ മനുഷ്യൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്താണ്? ഒരുപക്ഷെ അതുവരെ ഈ മനുഷ്യൻ ബെഗ് ചെയ്തായിരിക്കും ജീവിച്ചത്. അമ്മ വല്ലതും തരണേ, മറ്റുള്ളവരെ ആശ്രിതനായിരുന്നു. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണം. അവർ സന്തോഷത്തോടു കൂടി ഒന്നും ആയിരിക്കണമെന്നില്ല. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം, എന്തിനും ഒരാൾ വേണം. പരാശ്രയ ഉള്ള ഒരു ലൈഫ് ആയിരുന്നു. എന്നാൽ അതിൽ നോക്കി താനിപ്പോൾ എല്ലാം കാണാവുന്ന, ഇനി ആരും സഹായിച്ചില്ലേലും തന്നെത്താൻ ജീവിക്കാൻ കഴിയുന്നൊരു ഇത് കിട്ടിയത് യേശു നൽകിയ ദർശനത്തിലൂടെയാണ്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിഷൻ ഇൻ ആർ ലൈഫ്സ്. കർത്താവ് നമുക്ക് നൽകുന്ന ദർശനം എല്ലാ വീട്ടമ്മമാരോടും ഞാൻ പറയുക, എല്ലാ പെൺമക്കളോടും ആൺമക്കളോടും എല്ലാം ഞാൻ പറയുക, പിതാക്കന്മാരോടും മാതാക്കന്മാരോടും ഞാൻ പറയുക, ലൈഫിൽ ഒരു സ്പിരിച്വൽ വിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വാവ്, ലൈഫ് ഈസ് കളർഫുൾ. ആരാണ്, എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയും. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം ലഭിക്കേണ്ട ചില വിഷൻസ് ഉണ്ട്. വിഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രൊജക്ടറിൽ ഇങ്ങനെ കാണുന്നത് പോലെയുള്ള ദർശനങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. ദൈവവചനം വായിക്കുമ്പോഴും വചന ശുശ്രൂഷ അനുഭവിക്കുമ്പോഴൊക്കെ നമ്മിൽ ഉളവായി വരുന്ന റെവലേഷൻ കൂടെ ഇതിൻ്റെ കാറ്റഗറിയിൽ ഞാൻ പെടുത്തിയ വെളിപ്പാട്, അല്ലെങ്കിൽ ആ വെളിപ്പാടിലൂടെയാണ് ദർശനം രൂപീകരിക്കപ്പെട്ടു വരുന്നത്. നേരെ ഇങ്ങനെ കണ്ടില്ലേലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുമ്പോൾ അതെത്ര ഭയങ്കരമാണ്. അതിനെക്കുറിച്ച് കൂടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുക. അത്യാവശ്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്പർ 1, ഹാവ് എ വിഷൻ ഓഫ് ഗോഡ്. ദൈവം ആരാണ്, ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, ദൈവദർശനം വേണം. ഒന്നാമത് വേണ്ട ദർശനമാണ്. എഴുതി വെക്കുക. ഓപ്പൺ ഹെവൻ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ദൈവിക ദർശനമുണ്ട്, അല്ലെങ്കിൽ ദൈവദർശനം ഉണ്ടാകും. ആരാണ് ദൈവം, എങ്ങനെയാണ് ദൈവം ഉണ്ടാകും? ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ചില സമയത്തൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്ന സാറന്മാരോട് പേഴ്സണലായിട്ടൊക്കെ പോയി ചോദ്യങ്ങൾ ചോദിക്കും. കാരണം ബൈബിൾ വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചൊക്കെ പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഒത്തിരി പേർക്കും എൻ്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടിയും പറയാൻ സാധിച്ചില്ല. ഒത്തിരി ടീച്ചേഴ്സിനും എനിക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിൽക്കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരികയും പിന്നീട് ദൈവവചനം വായിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളും എൻ്റെ അകത്ത് റെവലേഷനായി വരാൻ തുടങ്ങി. ഐ ലവ് റെവലേഷൻസ്. ദൈവം നൽകുന്ന റെവലേഷൻ, വാവ്. ഓരോന്നകത്തേക്ക് വരുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് ഈ ആർക്കിമിഡീസിനെ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. എന്ന് വെച്ചാൽ പരിസരബോധമില്ലാതെ ചിലപ്പോൾ തുള്ളിച്ചാടാൻ തോന്നും. എസെക്കിയേൽ എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. യേശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ മൂന്നാമത്തേത്. ഐസായ, ജെർമായ, എസെക്കിയേൽ മൂന്നാമത്തെ. ബുക്കിൻ്റെ ഓർഡർ അനുസരിച്ച് മൂന്നാമത്തെ ആൾ. ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: ഇൻ മൈ 13th year, in the 4th month, on the 5th day, while I was among the exiles by the Kebar river, the heavens were opened and I saw visions of God. Visions of God. കഴിഞ്ഞ ദിവസം ഞാനിതെടുത്ത് പറഞ്ഞിരുന്നു. കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ എസെക്കിയേലിന് ഒരു ദൈവദർശനമുണ്ടായി, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ദർശനമുണ്ടായി.
ദൈവം എങ്ങനെയുള്ളവൻ എന്നുള്ളൊരു ദർശനമുണ്ടായി. വാവ് വാവ് വാവ്, അതൊരു ഭയങ്കര സംഭവമല്ലേ? അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓരോ വ്യക്തിക്കും ദൈവം ആരാണ് എന്നൊരു ദർശനം ഉണ്ടാകും. ഞാൻ ചെറുപ്പകാലത്ത് ദൈവവചനമൊന്നും അധികം അറിയാതിരുന്ന കാലത്ത് ആകെ കേട്ടുള്ള ഇപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ചർച്ചിലുള്ള പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, വീട്ടിലുള്ളവർ, മാതാപിതാക്കന്മാർ, മുതിർന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള്ള അറിവും, പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ വീടുകളിലും പള്ളികളിലും ഒക്കെ യേശുവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്, യേശുവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. അതിലൊക്കെ യേശു ഇങ്ങനെ നീണ്ട താടിയുള്ള, പിന്നെ ചുവന്ന ഷോളും പ്രത്യേക ഒരു ഫീച്ചറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു യേശുവിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൽ പലതും ഇറ്റാലിയൻ ആർട്ടിസ്റ്റുമാരൊക്കെയാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഫേസ് എല്ലാം കൃത്യമായി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടും. പക്ഷേ അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം കൂടി വെച്ച് നമ്മുടെ അകത്ത് ഉള്ളിലൊരു പിക്ചറുണ്ട്. ദൈവം ഇങ്ങനെ ആയിരിക്കും, പിതാവായ ദൈവം ഇങ്ങനെ ഭയങ്കര താടിയുള്ള, ഭയങ്കര പ്രായമുള്ളൊരു ഫാദർ ഫിഗറായിട്ടിരിക്കുന്ന ഒരു രൂപവും, യേശു കുറച്ചുകൂടി ചെറുപ്പമായിട്ട് ഇരിക്കുന്ന ഒരു രൂപവും ഒക്കെ നമ്മൾ സങ്കല്പിക്കും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പ്രാവാണ്, ഒരു പ്രാവ്. ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ചിന്താഗതി. ദൈവമഹത്വം എന്താണെന്ന്, ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന്, ഒരു അൺഅപ്രോച്ചബിൾ ലൈറ്റിലാണ് ദൈവം വസിക്കുന്നതെന്ന് ഒരു ചിത്രകാരനും ഭൂമിയിൽ അത് വരച്ചു പിടിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നും, ഫോട്ടോഷോപ്പിലോ കോറൽ ഡ്രോയിലോ ആധുനികമായി ഇറങ്ങിയിരിക്കുന്ന മറ്റ് ആപ്ലിക്കേഷനുകളിൽ ഒന്നും, AI ഉപയോഗിച്ച് ഒന്നും ദൈവത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അതിൻ്റെ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ലെന്നൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ഈ മഹാദൈവത്തെ ഏത് കലാകാരനാണ് തൻ്റെ ഇമാജിനേഷനിൽ എടുത്ത് ഒരു പോർട്രേറ്റായി ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നത്? ആർക്ക് സാധിക്കും? ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷേ എസെക്കിയേൽ ദൈവമഹത്വം കാണുവാൻ പ്രവാസികളിടയിൽ ഇരിക്കുമ്പോൾ ദൈവദർശനമുണ്ടായി. താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കരമായ ഒരു വിൻസ്റ്റോം, കൊടുങ്കാറ്റ് പോലൊരു കാറ്റടിക്കുന്നു. An immense cloud with flashing lightning, ഭയങ്കരമായൊരു മേഘം വരുന്നത് കാണുന്നു. In the fire was 4 living creatures, 4 ജീവികൾ, തീക്കകത്ത് 4 ജീവികൾ കാണുന്നു. Each of them had 4 faces and 4 wings. ഈ ജീവികൾക്ക് 4 മുഖങ്ങളും 4 ചിറകുകളും. Each of the 4 had the face of a human being, lion, ox and eagle. ഈ 4 ജീവികൾക്കും മനുഷ്യമുഖമുണ്ട്, കാളയുടെ മുഖമുണ്ട്, സിംഹത്തിൻ്റെ മുഖമുണ്ട്, കഴുകൻ്റെ മുഖമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് കാണുന്നത്. ഇത് അന്നത് അദ്ദേഹം കണ്ട് ഒരു വേർഡ് പിക്ചറായിട്ട് നമുക്കത് തന്നിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ ദൈവദർശനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ദർശനം. ഏശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, ഇൻ ദ ഇയർ ദാറ്റ് കിങ് ഉസായ ഡൈഡ്. ഈ കിങ് ഉസായ എന്ന് പറയുന്നത് ഏശയ്യാവിൻ്റെ ഏകദേശം ഒരു അങ്കിൾ പോലെയൊക്കെ വരും. അങ്ങനെയുള്ളൊരു വിധമുള്ള റിലേറ്റീവ്സാണ്. ഐ സോ ദ ലോർഡ്, ഞാൻ കർത്താവിനെ കണ്ടു, ഹൈ ആൻഡ് എക്സോൾട്ടഡ്, സീറ്റഡ് ഓൺ എ ത്രോൺ, ആൻഡ് ദ ട്രെയിൻ ഓഫ് ഹിസ് റോബ് ഫിൽഡ് ദ ടെമ്പിൾ. ഉയർന്നും പൊങ്ങിയുമുള്ളൊരു വലിയ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ ദേവാലയത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിക്കിടക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞു വിടുന്നത്? ഇവർക്കൊക്കെ ദൈവദർശനമുണ്ടായി. ഇപ്പം എല്ലാവർക്കും ദൈവം പ്രത്യക്ഷനാകണമെന്നോ ആകുമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇവർ കണ്ടതുപോലെ ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ആരാണ് എന്നത് വെളിപ്പാടിൽ നമ്മുടെ അകത്ത് കിട്ടണം. ദൈവത്തിൻ്റെ മഹിമ,
ദൈവത്തിൻ്റെ തേജസ്, അവൻ്റെ വലിമ നമ്മുടെ അകത്ത് രൂപപ്പെട്ടു വരണം. അതിനെയാണ് ദൈവദർശനം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ദർശനമാണ് ഞാനീ പറഞ്ഞത്. എല്ലാവരും ഒന്ന് പറഞ്ഞ ദൈവദർശനം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഐ നീഡ് എ വിഷൻ ഓഫ് ഗോഡ്. ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുക. എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ദർശനം വേണം. ദൈവത്തിൽ നിന്നുള്ള ദർശനമല്ല, അത് പലതാകാം. ദൈവമാര് എന്ന് മനസ്സിലാക്കാൻ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ആഗ്രഹം അതല്ലേ പറയുന്നത്. എനിക്കൊന്ന് 10-ാമത്തെ വചനം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം, എനിക്ക് അവനിൽ ഇരിക്കണം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. തൻ്റെ ആഗ്രഹമാണ്, ജീവിതത്തിലെ അഭിലാഷമാണ് ഈ പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ദർശനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ദർശനം വേണമെന്ന് പറ. എല്ലാവരും പറ, എനിക്ക് ദൈവത്തെക്കുറിച്ചൊരു ദർശനം വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മോർണിംഗ് ഗ്ലോറി കണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കിട്ടുന്ന ഈ ഒരു ബൂസ്റ്റർ ഡോസ് ആ ദിവസം മുന്നിലേക്ക് ജീവിക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സഹോദരന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എൻകറേജ്മെൻറ്റ്. ഇതെൻ്റെ മെസ്സേജ് അല്ല കേട്ടോ, ഇത് ദൈവവചനത്തിൽ നിന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾക്കൊന്നും നിങ്ങളെ ഒന്നും എൻകറേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും മുന്നിലേക്ക് ഓടിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ഫ്യൂവലിംഗ് ആണ് നടക്കുന്നത്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടു കാണും, വലിയ ടാങ്കറുകൾ വന്ന് അതിലേക്ക് ഫ്യൂല് പമ്പ് ചെയ്ത് കയറ്റുകയാണ് അടുത്ത ട്രിപ്പിന് വേണ്ടി. എന്നതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നിലേക്ക് ഓടിക്കാൻ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തെ ഫില്ല് ചെയ്യുകയാണ്. ആമേൻ. ഇന്നത്തെ വചനം ഇഷ്ടപ്പെട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണേ, എങ്ങനെ ഇത് പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നത് എനിക്കൊരു എൻകറേജ്മെൻറ്റാണ്. ഇതില്ലെങ്കിൽ ഞാൻ പറയും, അത് വേറെ കാര്യം, പക്ഷേ എങ്കിലും അത് എൻകറേജ്മെൻറ്റാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അതിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ വേണ്ടത് ടൈപ്പ് ചെയ്തിടുക. ഒത്തിരി പേർക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കുക. കർത്താവ് ജനങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ദർശനം അല്ലെങ്കിൽ ദൈവദർശനം എല്ലാവർക്കും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമാര് എങ്ങനെയുള്ളവൻ? വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിട്ടുള്ള കർത്താവേ, അതൊക്കെ ഒന്ന് കാണാൻ, ദർശനത്തിൽ അറിയാൻ, അതിൻ്റെ വെളിപാട് റെവലേഷൻ ലഭിക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആയുസ്സിൽ അതുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ് പാഴാകരുത്. പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. രോഗികൾക്കായി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഏതോ ആരുടെയോ അസ്ഥികൾ പൊട്ടിയത്, പല രീതിയിൽ അത് യോജിക്കാതിരിക്കുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പലവിധ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്തതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.